ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഫാമിലി, ഞാൻ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൻ്റെ ഘട്ടങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 4-ന് എല്ലാവരുടെയും മുന്നിലേക്ക് ഒരു ക്യൂട്ട് സ്മൈലോട് കൂടി എത്തിയ ഞാൻ അന്ന് തൊട്ട് എല്ലാവരും എന്നെ സ്നേഹത്തിൽ പൊതിഞ്ഞെടുത്തു. പിന്നീട് 28 ദിവസങ്ങൾ തികഞ്ഞപ്പോൾ എൻ്റെ അപ്പ, മൈ ക്യൂട്ട് ഫാദർ, എൻ്റെ ചെവിയിൽ സപ്തസ്വരേന്ന് നീട്ടി വിളിച്ചു. അന്ന് തന്നെ മലർന്നു കിടന്ന് ബോറടിക്കാൻ തുടങ്ങിയ ഞാൻ ഇത്തിരി കമിഴ്ന്ന് കിടക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു. പിന്നീട് കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞാണ് അത് സക്സസ് ആയത്. തന്നെയുമല്ല, എപ്പോഴും ഒരിടത്ത് തന്നെ കിടന്നാൽ അത് ബോറാകില്ലേ എന്ന് കരുതി അല്പം റൺ ചെയ്യാമെന്ന് കരുതി. ഒരു പായ ചുറ്റി വരാൻ എനിക്ക് 1-2 മിനിറ്റ് ധാരാളം മതി. തുടക്കം മുതൽ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചീനെ അധികം ബുദ്ധിമുട്ടിക്കാറില്ല. ഇത് എൻ്റെ കയ്യിലോട്ട് വെച്ച് തന്നാൽ മാത്രം മതി. ഞാൻ വലിയ ആയില്ലേ, നാണമില്ലേ ഇവർക്ക് ഇപ്പോഴും ഇതിൽ എന്നെ കിടത്താൻ? ഞാൻ പലതവണ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോഴും അവരുടെ മറുപടി ഇതാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ ഇതിൽ കിടക്കില്ല. കാരണം ഇന്നലെ രാത്രി തന്നെ തീർത്തും ഞാനിത് തല്ലിപ്പൊളിച്ച് കളഞ്ഞ്. അങ്ങനെ ഇരിക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഡോക്ടർ അങ്കിയും കൂടി പറഞ്ഞിട്ടാണ് ഇത് കണ്ട് ഇവരെനിക്കൊരു ഗിഫ്റ്റൊക്കെ വാങ്ങി തന്നു. അതിലെന്നെ സ്റ്റഫ് ചെയ്ത് വെക്കാനുള്ള പ്ലാൻ ആണെങ്കിൽ താമസിയാതെ അത് ഞാൻ ചവിട്ടി പൊളിച്ച് തരാട്ടോ. എന്നിട്ട് ഇവർ പറയുന്നത് ഞാൻ മഹാവികൃതിയാണെന്നാ. ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പിന്നെ എനിക്ക് നേരിട്ടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഹാപ്പി ലൈഫ്.